ഈ കേസിൽ നടുക്കുന്ന വിവരങ്ങളാണ് 24 രാവിലെ പുറത്തുവിട്ടത്. മോഡലിംഗിന്റെ മറവിൽ നേരിട്ട ക്രൂരത പരാതിക്കാരി വെളിപ്പെടുത്തുകയായിരുന്നു. ദുബായിൽ എത്തിച്ച ശേഷം മദ്യത്തിൽ മയക്കുമരുന്ന് കലർത്തി നൽകി കുടിപ്പിച്ചു, മർദ്ദിച്ച് പ്രതികരണശേഷി നഷ്ടപ്പെടുത്തി, നഗ്ന ദൃശ്യങ്ങൾ വീട്ടിലേക്ക് അയച്ചു നൽകി എന്നാണ് പരാതിക്കാരി 24നോട് വെളിപ്പെടുത്തിയത്. കേൾക്കാം. ദുബായിൽ എത്തുന്ന വരെ എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു ജോബാണ് ഇവർ ഉദ്ദേശിച്ചെന്നും ഇങ്ങനത്തെ ഒരു വർക്കിന് വേണ്ടിയാണ് എന്നെ കൊണ്ടുപോയതെന്നും എനിക്കറിയില്ലായിരുന്നു. അന്ന് ആദ്യമായിട്ട് ഇവരെന്നോട് പറഞ്ഞു, നിനക്കൊരു ക്ലയന്റ് ഉണ്ട്. ഞാൻ പറയും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് എന്നെ പിടിച്ചൊരു കുട്ടി അടിക്കുകയും ബലമായിട്ട് ഡ്രിങ്ക്സില് എന്തോ ഒരു വെള്ളപ്പൊടി കലക്കി തന്ന് കുടിപ്പിക്കുകയും ബോധം പോകുന്ന രീതിയിലാക്കിയിട്ട് അവരുടെ വേറെ ആൾക്കാർ വരെ പോവുകയൊക്കെ ചെയ്തിരുന്നത് അങ്ങനെയാണ്. കൂടാതെ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് എൻ്റെ ഫോൺ ഇവർ കൈക്കലാക്കിയത് പ്രകാരം എൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഞാൻ ഇവിടെ ലീഗൽ ആക്ടിവിറ്റീസ് ചെയ്യുകയാണെന്നും എന്നെ ഒഴിവാക്കണം എന്നുള്ള രീതിയിലും ഇവർ എന്നെ കൊടുപ്പിച്ച് ഓരോന്നും ചെയ്യുന്ന ഓരോ ആളുകൾ വരുന്നതും അതും ഇതെല്ലാമായിട്ട് എൻ്റെ ന്യൂഡ് ഫോട്ടോസ് എടുത്തിട്ട് എൻ്റെ വീട്ടിലേക്ക് കാണിച്ചു കൊടുക്കുകയും ഞാൻ അവിടെ അഴിഞ്ഞാടി നടക്കുകയാണെന്ന് എൻ്റെ ഭർത്താവിനോട് പറയും. നാടിൽ മുഴുവനും പ്രചരിപ്പിച്ചു. ഈ ഫോട്ടോ കാണിച്ച് എന്നെ ഭീഷണിപ്പെടുത്താൻ ഈ സൈറ്റുകളിൽ ഇടുന്നു, എൻ്റെ കുഞ്ഞിനെ കൊന്നു കളയുന്നു എല്ലാം പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവിടെ നിർത്തി. കൂടാതെ ഈ ഡ്രഗ്സ് എൻ്റെ ശരീരത്തുള്ളത് കൊണ്ട് അവിടുത്തെ സീരിയനെ കൊണ്ട് പിടിപ്പിക്കുമെന്ന് പറഞ്ഞ് ബ്രൂട്ടലായിട്ട്, വളരെ ബ്രൂട്ടലായിട്ട്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, ഞെട്ടലുണ്ടാക്കുന്ന വിവരങ്ങളാണ് ഈ പരാതിക്കാരി വെളിപ്പെടുത്തിയത് 24നോട്. ഇതിലിപ്പോൾ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞത് 5 പേരാണ് പ്രതികൾ, 3 പേർ ഇതിനോടകം തന്നെ പിടിയിലായിട്ടുണ്ട്. ഇതിൽ ഗുണ്ടകൾ ഉൾപ്പെടെയുള്ളവർക്ക് പങ്കുണ്ടോ എന്നതിലേക്കൊക്കെ അന്വേഷണം പോവുകയാണ് അല്ലേ, കൊച്ചിയിലെ ഗുണ്ടാ ബന്ധത്തിൽ? മോഡലിംഗിന്റെ മറവിലാണ് വലിയ മനുഷ്യക്കടത്ത്, അത് സെക്സ് റാക്കറ്റാണ് നടത്തിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ്. വിദേശ നാടുകൾ കേന്ദ്രീകരിച്ചൊക്കെയാണ്. ദുബായിലേക്കാണ് ഈ പണം നൽകി കഴിഞ്ഞെത്തിയത്. പിന്നീട് പാസ്പോർട്ട് ഉൾപ്പെടെ പിടിച്ചെടുക്കുകയായിരുന്നു. മദ്യം കുടിപ്പിക്കുന്നു, അത് മയക്കുമരുന്ന് കലർത്തി കുടിപ്പിച്ച് ബോധരഹിതയാക്കുന്നു. അതിനുശേഷം നഗ്ന ദൃശ്യങ്ങൾ കുടുംബത്തിന് അയച്ചു നൽകുകയാണ്, ഭീഷണിപ്പെടുത്തുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അത് പരാതിക്കാരി 24നോട് വെളിപ്പെടുത്തുകയായിരുന്നു. ഇതിൽ പിന്നിലൊരു വലിയ സംഘമുണ്ട് എന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളോട് സ്ഥിരീകരിക്കുകയും ചെയ്തു. വിഷ്ണു, ഇതിൽ പ്രധാനപ്പെട്ട വിവരങ്ങൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. 3 പ്രതികൾ ഇതിനോടകം തന്നെ പിടിയിലായി. മറ്റ് 2 പേർക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ്. ഗുണ്ടാബന്ധമുണ്ടോ ഇതിൽ എന്നതിലേക്ക് ഉൾപ്പെടെ അന്വേഷണം പോകുന്നു. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണെന്ന് നമ്മൾ പുറത്തുവിട്ടത്. ആ പരാതിക്കാരി അവർ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു. അവർക്ക് എന്താണ് പറ്റിയതെന്നുള്ളത്. അവരെ ദുബായിലേക്ക് ജോലിക്കെന്ന് പറഞ്ഞ് കൊണ്ടുപോയി, അതിനുശേഷം അവിടെ എത്തിച്ചൊരു ഫ്ളാറ്റിലേക്ക് കൊണ്ടുപോകുന്നു. അവരുടെ പാസ്പോർട്ടും മൊബൈൽ ഫോണും പിടിച്ചെടുക്കുന്നു. പിന്നീട് മദ്യത്തിൽ മയക്കുമരുന്ന് കലർത്തി അവരെ ഈ ലൈംഗിക ബന്ധത്തിലേക്ക് തള്ളിവിടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിന്റെ ദൃശ്യങ്ങൾ പകർത്തി കുടുംബത്തിന് അയച്ചു കൊടുത്തു. അവരെ ഒറ്റപ്പെടുത്തുന്നു. അങ്ങനെ കുഞ്ഞിനെ കൊലപ്പെടുത്തുമെന്ന് ഭീഷണി. അങ്ങനെ സമാനതകളില്ലാത്ത ക്രൂരത അല്ലെങ്കിൽ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് ആ പെൺകുട്ടി കടന്നുപോയത്. ഏറ്റവും ഒടുവിൽ ചില ബന്ധുക്കളുടെ സഹായത്തോടു കൂടി അവർ കൊച്ചിയിലേക്ക് എത്തി. എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. ആ പരാതി പിന്നീട് മരട് പോലീസിന് ഫോർവേഡ് ചെയ്തു. സൗത്ത് ACP അതിന്റെ അന്വേഷണം നടത്തിയപ്പോൾ 3 പേരെ ഈ സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട് മനുഷ്യക്കടത്ത് റാക്കറ്റുമായി ബന്ധപ്പെട്ട് 3 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അതിൽ കിങ് പിൻ എന്ന് വിശേഷിപ്പിക്കാവുന്നത് ഈ കേസിലെ 1-ാം പ്രതി സിന്ധുവാണ്. അവരുടെ നേതൃത്വത്തിലാണ് ഇവന്റ് മാനേജ്മെന്റ് നടത്തിയിരുന്നത്. ഒപ്പം തന്നെ ഈ കേസിലെ 2-ാം പ്രതി അലീന കൊച്ചിയിൽ ഇതിനു മുൻപും ഈ ലഹരി ബന്ധവുമായി ബന്ധപ്പെട്ടും മാഫിയ ബന്ധവുമായി ബന്ധപ്പെട്ടൊക്കെ അറസ്റ്റിലായ സ്ത്രീയാണ്. ഇവർ ഈ ഈവന്റ് കോർഡിനേറ്റർ എന്ന വ്യാജനയാണ് പ്രവർത്തിക്കുന്നത്. ഇവരും ആളുകളെ ഇത്തരത്തിലുള്ള സ്ത്രീകളെ കണ്ടെത്തി വിദേശത്തേക്ക് അയക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ആളാണ്. ഇവർക്കൊരു ഗുണ്ടാ നേതാവുമായി ബന്ധമുണ്ട്. അതിലടക്കം വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് ഇപ്പോൾ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ മനുഷ്യക്കടത്ത് അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു സ്പെഷ്യൽ ടീമിനെ രൂപീകരിച്ചിരിക്കുന്നു. കൊച്ചി DCP അശ്വതി ജിജിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമായിരിക്കും ഈ അന്വേഷണം നടത്തുക. ഇനി ഈ കേസിൽ 2 പ്രതികളെ കൂടി പിടികൂടാനുണ്ട്. പക്ഷേ നിലവിൽ 5 പേരാണ് പ്രതിപട്ടികയിലുള്ളെങ്കിലും പരാതിക്കാരുടെ എണ്ണവും പ്രതികളുടെ എണ്ണവും വരും ദിവസങ്ങളിൽ കൂടി വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. വളരെ കാര്യക്ഷമമായി തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു. രാഷ്ട്രീയ പ്രതികരണങ്ങളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. കാരണം ആ പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ അത്രയേറെ നമ്മളെ സങ്കടപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവർ കടന്നുപോയിട്ടുള്ള മാനസികാവസ്ഥ എന്തെന്ന് മനസ്സിലാക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് അതിൽ കൃത്യമായ അന്വേഷണം എടുത്തൊരു വലിയ നെറ്റ്വർക്കാണ്. അതായത് ദുബായ് കൊച്ചി കണക്ട് ചെയ്തിരിക്കുന്ന ഒരു വലിയ സെക്സ് റാക്കറ്റിന്റെ നെറ്റ്വർക്കാണ്, മനുഷ്യക്കടത്ത് നെറ്റ്വർക്കാണെന്ന് പോലീസ് വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് വിപുലമായ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്ന പ്രതികളെ വീണ്ടും റിമാൻഡ് ചെയ്ത ശേഷം വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും. അതുവഴി കൂടുതൽ പേരിലേക്ക് എത്താനാകുമെന്ന പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത് പോലീസ്. അനുജ.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.